ആരാണെന്നറിയോ ഇന്ന് ലീഡേഴ്സ് മോർണിംഗിലുള്ളത്? നമ്മുടെ എല്ലാം സൂപ്പർ താരമാണ് ലീഡേഴ്സ് മോർണിംഗിൽ എന്നുള്ളത്. ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട IM വിജയനാണ് ഇന്ന് ഹലോ മലയാളത്തിൻ്റെ അതിഥി. സ്വാഗതം ശ്രീ IM വിജയൻ. ശ്രീ IM വിജയൻ എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതിനകത്തൊരു കുഴപ്പമുണ്ട്. സ്വാഗതം വിജയേട്ട ഈ ഹലോ മലയാളത്തിലേക്ക്. നമസ്കാരം. എന്തായാലും കഴിഞ്ഞ ഒരു വർഷം 2025 എന്ന് പറയുന്നത് പലതരത്തിൽ സ്പെഷ്യലായിരുന്നു. പല ബഹുമതികൾ തേടിയെത്തിയ വർഷമാണ്. ഒപ്പം തന്നെ സർവീസിൽ നിന്ന് വിരമിച്ച വർഷമാണ്. അതൊക്കെ കഴിഞ്ഞ് 2026 കടക്കുമ്പോൾ ഇപ്പോൾ പഴയതിൽ നിന്ന് തിരക്ക് കൂടിയോ അതോ കുറഞ്ഞോ? കൂടിയിട്ടുള്ളൂ. കാരണം ഇപ്പോൾ നമ്മുടെ അവിടെ യുവജനോത്സവം നടക്കുന്നതിൻ്റെ ഒരു ബിസി. യുവജനോത്സവം എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ബിസി. പിന്നെ 2026 തുടങ്ങിയല്ലോ. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, എന്നാലും കുറച്ച് ബിസിയാണ്. ഈ കലോത്സവ വേദിയിൽ വരുമ്പോൾ ഒരു കായിക താരം കലോത്സവ വേദിയിലും ഒക്കെ ഇങ്ങനെ കറങ്ങി നടക്കുമ്പോൾ കാണുന്ന കാഴ്ചകളെ എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത്? എന്താ തോന്നുന്നത്? ഈ കുട്ടികളുടെയൊക്കെ ഒരു ആവേശവും അവരുടെ ഒരു കരുത്തും ഒക്കെ കാണുമ്പോൾ അയ്യോ, നമ്മുടെ പിള്ളേരല്ലേ കേരളത്തിൻ്റെ നാനാദിക്കെന്ന് പറഞ്ഞാലേ അത് അത്രയധികം ഇത്രയും ഞാൻ റെഡിക്ക് റിട്ടയർഡ് ചെയ്ത് കുറേ ആയിനി. അപ്പം എൻ്റെ കളിയൊന്നും കണ്ടിട്ടില്ല അവർ. എന്നാലും അവർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇടയ്ക്ക് പടക്കത്തിലൊക്കെ അഭിനയിക്കുന്നതായിരിക്കും അത് ഭയങ്കര ഇഷ്ടം. പിന്നെ ഇതെന്നൊക്കെ പറഞ്ഞാൽ ഈ കലോത്സവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു മഞ്ജു വാര്യർ അതിലൊരു മഞ്ജു വാര്യരൊക്കെ വന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കലോത്സവത്തിൽ നിന്നാണ്. ഇപ്പോൾ കലാഭവൻ മണി എന്ന് പറഞ്ഞാൽ നേരെ കലാഭവനിലേക്ക് പോയിട്ടുള്ളതല്ല, അങ്ങനെ സ്കൂൾ ഇങ്ങനത്തെ ഇതിലൊക്കെ പോയിട്ടാണ് വന്നിട്ടുള്ളത്. കലോത്സവത്തിലൊക്കെ പോയിട്ടാണ് വന്നത്. അപ്പം അതിൻ്റെ പിള്ളേരുടെ ഒരു എന്താ പറയുക, പിള്ളേർക്ക് ഇപ്പോൾ ഒരു ടേണിംഗ് പോയിന്റ്. ഇപ്പോൾ അവരൊരു ഏതാണ് ചിലപ്പോൾ നാടകത്തിലോ അല്ലെങ്കിൽ മോണക്റ്റിലോ അല്ലെങ്കിൽ മിമിക്രിയിലോ അല്ലെങ്കിൽ ഡാൻസിലോ അവർക്കൊരു വേറൊരു ലൈഫിലേക്ക് പോകാൻ പറ്റിയൊരു വേദിയാണിത്. പിന്നെ തൃശ്ശൂർ എന്നൊക്കെ പറഞ്ഞാൽ എല്ലായിടത്തും ഒരു റൗണ്ടിൽ എല്ലാ സ്ഥലത്തും നല്ല വേദികളുള്ള സ്ഥലമാണ്. പിന്നെ ഇതെന്താണ് എനിക്ക് ഇതിനായിട്ട് സംബന്ധം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ വൈഫ് ഇങ്ങനെ കലോത്സവത്തിന് പോയി ഡാൻസ് ടീച്ചറാണ്. ഡാൻസ് കളിക്കാനും ഇതൊക്കെ കുറേ ഇങ്ങനെ കലോത്സവത്തിന് പോയിട്ടുണ്ട്. അത് തന്നെയാണ് യുവജനോത്സവത്തിന് കുറേ പോയിട്ടുണ്ട്. അത് തന്നെയാണ് ബന്ധം. തീർച്ചയായും. പക്ഷേ ഇവരൊന്നും കളി കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ, ഞാനൊക്കെ സ്കൂളിൽ അവരുടെ പ്രായത്തിൽ ഞാനുള്ളപ്പോഴാണ് ഞങ്ങളുടെയൊക്കെ സൂപ്പർ താരമായിട്ട് IM വിജയൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. അതിങ്ങനെ ഞാനിപ്പോൾ ഓർക്കുകയാണ്. നമുക്ക് ഈ സന്തോഷ് ട്രോഫി കിട്ടുമ്പോൾ സ്കൂളിൽ അവധി കിട്ടുന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് ഞാൻ ഓർക്കുന്നത്. ഇപ്പോൾ അങ്ങനെ ഒരു രീതിയൊന്നും ഈ കാലത്തില്ലെങ്കിൽ കൂടി അതുകൊണ്ട് ഞങ്ങളുടെ മനസ്സിലെ ഏറ്റവും വലിയ താരം, ഏറ്റവും വലിയ സൂപ്പർ താരം, അങ്ങനെ തന്നെ കാണാനും പറയാനും പറ്റൂ. ഇതൊരു തരത്തിലൊരു ഫാൻ ബോയ് മൊമെൻ്റ് ആണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ആലോചിക്കാറുണ്ട്, കഴിഞ്ഞ 10-25 വർഷമായി ഞാൻ മാധ്യമപ്രവർത്തനം നടത്തുന്നു. പക്ഷേ ഒരു സമയത്ത് പോലും നമുക്കിങ്ങനെ സംസാരിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ അത് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്. അതുകൂടെ പറയണമല്ലോ. പിന്നെ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ആ സമയത്ത് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ കാലഘട്ടത്തിൽ നമ്മളൊരു സന്തോഷ ട്രോഫി എടുത്തു കഴിഞ്ഞാൽ സ്കൂൾ എന്തായാലും ഒരു ദിവസം മുടക്കുണ്ടാവും. അതല്ലേ? അതെ 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 അതാണ് അതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ്സ്. അതെല്ലാവരും ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കും, കേരള ടീം ഒന്ന് സന്തോഷ ട്രോഫി എടുക്കട്ടെ, ഒരു ദിവസം ഞങ്ങൾക്ക് മുടക്ക് കിട്ടും. പിന്നെ കളി അത് വേറെ. അതാ കാലം അങ്ങനെ അത് ഏറ്റവും വലിയ ആവേശമായിട്ട് അങ്ങനെ നിൽക്കുന്ന സമയം. ഇപ്പോൾ പുതിയ സാഹചര്യം, പിള്ളേർക്കൊക്കെ കളിച്ച് വരാനൊക്കെ പുതിയ സാഹചര്യം, അവർക്ക് പെട്ടെന്ന് ലൈം ലൈറ്റിലേക്ക് വരാനുള്ള സാധ്യത ഒക്കെ പുതിയ കാലത്തുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ പുതിയ കാലത്തെ പിള്ളേർ കുറേ കൂടി അനുഗ്രഹീതരാണെന്ന് തോന്നിയിട്ടുണ്ടോ? എന്താ പറയുക, അന്നത്തെ കാലത്ത് നമ്മളൊക്കെ കളിക്കുന്ന കാലത്ത് ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഭയങ്കര ഓപ്പോസിറ്റും എല്ലാത്തും ലൈവാണ്. വേരിലിൻ്റെ തുമ്പത്താണ് കളി. മൊബൈലിരുന്നാലും കാണാം. അങ്ങനത്തെ സ്റ്റാർ സ്പോർട്സ് അങ്ങനത്തെ കുറേ ചാനലുകൾ ലൈവ് കാണിക്കുകയാണ് കളി. അന്നെന്ന് പറഞ്ഞാൽ പത്രക്കാരുടെ എഴുത്തുകൊണ്ടാണ് ഇപ്പോഴും നമ്മളെ മനസ്സിൽ നിൽക്കുന്നത്. അവർ ആ പേപ്പറിൽ എഴുതുമ്പോൾ റെഡിക്കും കളി കാണാൻ വരാത്തൊരു വീട്ടിലിരുന്ന് വായിച്ചു കഴിഞ്ഞാൽ അവർ ഗ്രൗണ്ടിൽ വന്ന് കളി കാണുന്ന പോലെയുള്ള എഴുത്തുകളാണ്. നിങ്ങളുടെയൊക്കെ കാലത്തുള്ളത് തന്നെയാണ്. അതൊക്കെയാണ് നമ്മളും ഇപ്പോൾ അവർ മനസ്സിൽ നിൽക്കുന്നത്. അതെ അതെ, നമ്മളെല്ലാം പത്രത്തിൽ വായിച്ചിട്ടാണല്ലോ ആ കളി ഇങ്ങനെ മനസ്സിലേക്ക് എടുക്കുന്നത്. അല്ലാതെ മാത്രം. പക്ഷേ ഇപ്പോൾ പുതിയ സാഹചര്യം, അതിനപ്പുറത്ത് ഇപ്പോൾ കൂടുതൽ ഗ്രൗണ്ടുകളായി, ആളുകൾക്ക് മൊബൈലിൽ എല്ലാ കളിയും കാണാം. ഇപ്പോൾ പ്രാദേശികമായ കളികളടക്കം എല്ലാം ലൈവ് വന്നു തുടങ്ങി. അത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലേ?
തീർച്ചയായിട്ടും വലിയൊരു സന്തോഷമല്ല. കാരണം ഇന്ത്യയിൽ ഫുട്ബോൾ ഉണ്ടെന്ന് റോബർട്ടോ കാർലോസിനൊക്കെ നമ്മൾ ടി വിയിലും ഇതിലൊക്കെ ഉണ്ട്. അപ്പോൾ വന്ന് ഇന്ത്യയിൽ വന്ന് ലീഗ് കളിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യയിൽ ഫുട്ബോൾ ഉണ്ടെന്ന് അറിഞ്ഞു തുടങ്ങി. എല്ലാവരും അറിഞ്ഞു അനേക്ക വന്ന് കളിക്കുന്നു, ഫോർലൈൻ വന്ന് കളിക്കുന്നു. അപ്പോൾ അതെന്തായാലും നമുക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമല്ലേ. തീർച്ചയായും എനിക്ക് തോന്നുന്നത് ഇടക്കാലത്ത് സർവീസിലൊക്കെ സജീവമായി നിൽക്കുന്നതിനപ്പുറത്ത് 2024 ചില ഇനിഷ്യേറ്റീവുകൾ ആരംഭിക്കുന്നു. 2025 ഈ എന്താണ് സ്വന്തം പേരിൽ ഒരു സ്റ്റേഡിയമുള്ള കളിക്കാരനായി മാറുന്നു. ഇന്ത്യയിൽ അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടോ? അപൂർവമായിട്ടുള്ള ഒരു നേട്ടമാണത്. സ്വന്തം പേരിൽ ലാലൂരിലെ സ്റ്റേഡിയം വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള നേട്ടങ്ങൾ ഉണ്ടാവും പെട്ടെന്ന് അല്ലേ? തീർച്ചയായിട്ടും. പക്ഷേ എന്താണെന്ന് വെച്ചാലേ സ്വന്തം പേരിൽ ഒരു സ്റ്റേഡിയം വരാം, അത് ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ഒരു സ്റ്റേഡിയം വരാമെന്ന് പറഞ്ഞ വലിയൊരു അനുഭവം തന്നെയാണ്. ഇപ്പോൾ 2025 തന്നെ പത്മശ്രീ കിട്ടി. അതൊക്കെ വലിയൊരു നല്ലൊരു ഇയർ ആയിരുന്നു. അതുപോലെ നല്ലൊരു ഇയറും ഈ 26 അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം. സ്വന്തമായിട്ടൊരു സ്റ്റേഡിയം വരാമെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. സ്വന്തം പേരിൽ ഒരു സ്റ്റേഡിയം വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IM വിജയൻ എന്ന് പറഞ്ഞ അതിൻ്റെ പേരിലൊരു വലിയൊരു സ്പോർട്സ് കോംപ്ലക്സ് വരാമെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. അപ്പോൾ അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയട്ടെ വിജയേട്ടാ. അതായത് ഞാനീ പറയുന്നത് പോലെ നമുക്ക് പല സൂപ്പർ സ്റ്റാറുകളുമുണ്ട്. കായിക താരം എന്ന നിലയ്ക്ക് ഞങ്ങൾക്കെല്ലാം ഒരു തലമുറയുടെ ഏറ്റവും വലിയ രൂപം, ഏറ്റവും വലിയ കായിക രൂപം ഒരു താരം എന്നുള്ളത് IM വിജയൻ തന്നെയാണ്. അത് ഏറ്റവും മനസ്സിലാക്കാത്ത ഒരാൾ IM വിജയനാണ് എന്ന് പറഞ്ഞാൽ സമ്മതിക്കുമോ? നിങ്ങൾ പറയണല്ലേ ഏറ്റവും വലിയ കാര്യങ്ങൾ. അത് സന്തോഷമുണ്ട് പറഞ്ഞേര്. ഞാൻ വലിയ കളിക്കാരെന്ന് ഞാൻ പറയാൻ പാടില്ലല്ലോ. നമുക്ക് നാട്ടുകാർ പറയുമ്പോഴല്ലേ, ഒരു നാട്ടുകാരാണ് നമ്മളിങ്ങനെ ആക്കിയിട്ടുള്ളത്. അവരല്ല പറയണേ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തലക്കനാന്ന് പറഞ്ഞ് നടക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. നാട്ടുകാർ പറയും, നിങ്ങളെ പോലുള്ള ആൾക്കാർ പറയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ സന്തോഷം മനസ്സിലാവണം. അതെ അതെ. എല്ലാ കാലത്തും അന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്, ഇങ്ങനെ ഇന്ത്യയിൽ ജനിച്ചു പോയത് കൊണ്ടാണല്ലോ ഇങ്ങനെ, അല്ലെങ്കിൽ വേറൊരു തലത്തിൽ നമ്മൾ ഈ കളി കാണുമായിരുന്നല്ലോ എന്നൊക്കെ ആ കാലത്ത് എല്ലാവരും ചർച്ച ചെയ്തത്. അത് കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഇന്ത്യയിൽ ജനിച്ചതിൻ്റെ ഒരു സന്തോഷം വേറൊരു തരത്തിൽ കിട്ടുന്നുണ്ടാവുമല്ലോ അല്ലേ? കാരണം മറ്റൊരു തരത്തിൽ അംഗീകരിക്കപ്പെടുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. എവിടെ ഇല്ലാത്തൊരു സന്തോഷമാണ് പ്രത്യേകിച്ച് കേരളത്തിലായത്. കാരണം ഇപ്പോൾ അർജൻറ്റീന ടീമിനെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിലുള്ളവരാണ്. അപ്പോൾ ആ ഒരു സ്ഥലത്താണ് നമ്മൾ ജനിച്ചതും കളിച്ചതും വളർന്നതൊക്കെ. ഏറ്റവും അധികം ആരാധകരുള്ളത് അർജൻറ്റീന ടീമിന് കേരളത്തിലുള്ള ഫാൻസാണ്. ഫുട്ബോൾ പ്രേമികൾ ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ് കേരളം. അപ്പോൾ ആ സ്ഥലത്ത് കളിച്ച് വളർന്നത് അതിപ്പോൾ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ കേരളത്തിൽ ജനിച്ചത് തന്നെയാണ് ഏറ്റവും വലിയൊരു. ഇത്രയധികം ഫുട്ബോൾ പ്രേമികൾ ഇപ്പോഴും നമ്മൾ ആരാധിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതെ. വേറൊരു കാര്യം, ഈ ഇതിനിടയ്ക്ക് സിനിമയിലും അഭിനയിക്കുന്നുണ്ടല്ലോ. അതായത് ഓസ്കാറിൽ വരെ പരിഗണനാ പട്ടികയിൽ വരുന്ന സിനിമയിൽ വന്നു എന്നുള്ളത് ആ നിലയ്ക്കുള്ള കൗതുകം കൂടെയുണ്ട്. സിനിമ തുടരാൻ തന്നെയാണോ പ്ലാൻ? ഇല്ല, സിനിമ എന്തായാലും ചെയ്ത അത് നമ്മളൊരു രസമായിട്ടുള്ള കാര്യമില്ലേ. അപ്പോൾ സിനിമ വലിയ നടനൊന്നല്ല, പക്ഷെ ഇടയ്ക്ക് ഇങ്ങനെ ഇപ്പോൾ ആൾക്കാർ വിളിക്കുന്നുണ്ട് ഡയറക്ടർമാർ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട്. അത് വലിയൊരു കാര്യമാണ്. ഇപ്പോൾ 2 തമിഴ് പടം ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ 2 തമിഴ് പടത്തിൻ്റെ വേറെ ഓഫർ ഉണ്ട്. അത് വലിയൊരു കാര്യം തന്നെയാണ്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ തമിഴ് പടത്തിലൊക്കെ അഭിനയിക്കാൻ ചെല്ലുമ്പോൾ അവർ IM വിജയൻ ആയി തന്നെയാണോ കാണുന്നത്, അതോ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വന്നിരിക്കുന്ന ആളെന്നുള്ള മട്ടിലാണോ? അതുകൂടി അറിയണമല്ലോ. കാരണം വിജയനെ സംബന്ധിച്ചിടത്തോളം അവിടെ ചെന്നിട്ട് സിനിമയിൽ അഭിനയിക്കാൻ വന്ന ഒരാളെ പോലെയായിരിക്കും പെരുമാറുക. ഇല്ല, തമിഴ്നാടെന്ന് പറഞ്ഞാൽ ഭയങ്കര റെസ്പെക്റ്റുള്ള സ്ഥലമല്ലേ. അപ്പോൾ അവർക്ക് അറിയാം ഒരു ഇന്ത്യ ഫുട്ബോളറാണെന്ന്. അവർക്ക് ഇപ്പോഴത്തെ യൂട്യൂബ് വെറുതെ ഇങ്ങനെ എടുത്ത് നോക്കിയാൽ പോലെ. അപ്പോൾ അവർക്ക് അറിയാം ഫുട്ബോൾ പ്ലെയറാണ്. അല്ല, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ അങ്ങനെ ആയിരിക്കില്ല തിരിച്ചങ്ങോട്ട്. ഇപ്പോൾ IM വിജയൻ പെരുമാറുന്നത് നേരെ ഈ ലാളിത്യത്തോടെയും ഈ ഏറ്റവും സാധാരണക്കാരനായി നിന്നുമാണല്ലോ പെരുമാറുക. അതുകൊണ്ടൊക്കെയാണ് നമുക്ക് ഈ കൺഫ്യൂഷനും ഈ സംശയങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഞാൻ IM വിജയനാന്ന് പോസ്റ്റ് ഇടുന്നത് എന്താ കാര്യം? നമുക്ക് നമ്മളെ ജനിച്ച സ്ഥലം അങ്ങനത്തെ സ്ഥലമാണ്, കൊടുത്തും പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജനിച്ച്
വളർന്നത് അങ്ങനെയാണ്. നമ്മൾ താഴ്ത്തേക്ക് ഒന്ന് ചിന്തിച്ചാൽ മതി. നമ്മൾ മുകളിലേക്ക് ചിന്തിക്കുമ്പോഴാണ് നമ്മളൊന്നും ഇല്ലാണ്ടായി പോണത്. അപ്പം നമ്മൾ താഴ്ത്ത് നമ്മൾ വന്ന സ്ഥലം ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ആളുടെ പോലെ നടക്കാം. തീർച്ചയായും. ഇപ്പോൾ ഇന്ത്യ ഈ ലോകകപ്പ് കളിക്കുന്നതൊക്കെയാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ വിദേശത്ത് നിന്നൊക്കെ വരുന്ന ഇപ്പോൾ കളിയോ ആ തലത്തിലേക്ക് വളർന്നില്ലെങ്കിൽ കൂടി ഒരുപക്ഷെ കാണികൾ അതിനപ്പുറത്ത് വളർന്നു കഴിഞ്ഞോ കേരളത്തിൽ എന്നുള്ള സംശയം നമുക്ക് തോന്നാറുണ്ട്. ഇപ്പം ഞാൻ കൊച്ചിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി നടക്കുന്ന ദിവസം ഇവിടെ ഉണ്ടാകുന്ന ആൾക്കൂട്ടവും ഈ സ്റ്റേഡിയത്തിലെ ആരവവും നമ്മൾ കാണുന്നുണ്ട്. അതിനപ്പുറത്ത് കണ്ണൂരിൽ നിന്നോ മലപ്പുറത്ത് നിന്നോ കോഴിക്കോട് നിന്നോ അങ്ങനെ ജില്ല എന്നുള്ള ഭേദമില്ലാതെ തന്നെ ചെറിയ ചെറിയ സ്റ്റേഡിയങ്ങളിൽ നടക്കുന്ന ആ കളികൾ, അതിൻ്റെ ആരവങ്ങളും, പ്രത്യേകിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഉള്ളതുകൊണ്ടും പലയിടത്തു നിന്നും ലൈവ് ഉള്ളതുകൊണ്ടും നമ്മൾ കാണുന്നത് ഈ ആൾക്കൂട്ടമൊക്കെ എവിടുന്ന് വരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിലേക്ക് ആ മട്ടിൽ കാണികൾ വളർന്നു. ഒരുപക്ഷെ ഫുട്ബോൾ വളർന്നതിനേക്കാൾ വേഗത്തിൽ ഇവിടുത്തെ കാണികൾ വളർന്നു അല്ലേ? വേൾഡിൽ ഈ ആരാധകർ 2ാം സ്ഥാനമാണ് നമുക്ക്. കാരണം വേൾഡിൽ 2ാം സ്ഥാനം എന്ന് പറഞ്ഞാൽ ഈ ഇത്രയധികം ആരാധകർ ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി കാണാൻ പറഞ്ഞ ഇത്ര ആരാധകർ നമ്മുടെ അവിടെയാണ് ഏറ്റവും അധികം. കണ്ണൂർ തൊട്ട് തിരുവനന്തപുരം, കണ്ണൂർ തൊട്ട് അവിടെ നിന്ന് തന്നെ ആൾക്കാരാണ് ഏറ്റവും അധികം. മലബാർ സൈഡ് നമ്മൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി കാണാൻ പോയ ഏറ്റവും അധികം KL10, KL11 അങ്ങനത്തെ വണ്ടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ അവിടെ. പക്ഷേ ഞാൻ വേൾഡ് കപ്പ് കാണാൻ പോയപ്പോൾ ബ്രസീലും മറ്റേ ജർമ്മനിയോട് കളിക്കുമ്പോൾ ആ വേൾഡ് കപ്പാണ് ഞാൻ ഉണ്ടായിരുന്നത് സെമിഫൈനൽ. ഫുൾ മഞ്ഞ്, ആകെ ഒരു 100-300 പേരാണ് ജർമ്മനിയിൽ ജയിച്ചിട്ട് കളി കാണാനുണ്ടായിരുന്നത്. അതേപോലെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി കാണാനും നമ്മുടെ കൊച്ചിയിൽ ആൾക്കാർ വരണം. 70,000-80,000 ആൾക്കാർ വരാമെന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കാര്യമല്ലോ. അത് വലിയൊരു എന്താ പറയുക, അത്രയധികം ഫുട്ബോൾ പ്രേമികളുള്ള സ്ഥലമാണ് നമ്മുടെ കേരളം. ഫുട്ബോളൊന്നല്ല കേട്ടോ, അപ്പോൾ ഈ സ്പോർട്സിന് തന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ കലോത്സവത്തിന് തൃശ്ശൂർ തന്നെ എന്തോരം ജനാന്ന് വിചാരിച്ച് ഒരു പൂരം, നമ്മുടെ തൃശ്ശൂർ പൂരം പോലെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അതാണ്. അപ്പോൾ ആ കളിക്കാർക്കും ആ നിലയ്ക്ക് ലോകകപ്പൊക്കെ കളിക്കാൻ തക്കവണ്ണമുള്ള വളർച്ചയിലേക്ക് ഇന്ത്യൻ കളിക്കാരും മാറുന്ന ഒരു കാലം എത്ര അടുത്തായിരിക്കും? ഇൻഷാല്ലാ അതൊക്കെ പെട്ടെന്നുണ്ടാവുമെന്ന് വിചാരിക്കാമോ? ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തായാലും രാവിലെ അമ്പലത്തിലൊക്കെ പോകുകയൊക്കെ കഴിഞ്ഞ് കലോത്സവ വേദിയിലും പരിസരത്തുമൊക്കെ കറങ്ങി അങ്ങനെ വരുമ്പോഴേക്കും വളരെ പെട്ടെന്ന് ആണ് ഞങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരുത്തിയത്. തിരക്കുണ്ടെന്നറിയാം. അതിനിടയ്ക്കാണ് നമ്മളുമായിട്ട് സംസാരിക്കാനുള്ള ഈ അവസരം ഉണ്ടായത്. എന്നെ സംബന്ധിച്ച് ഞാൻ വിചേട്ടാ ഒരിക്കൽ കൂടി പറയാണ്, ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് രാവിലെ ഒരു ദിവസം പത്രം വരുമ്പോൾ ഇങ്ങനെ ഈ ബൈസിക്കിൾ കിക്ക് ചെയ്ത് നിൽക്കുന്ന ആ ഒരു ഫോട്ടോ കാണുന്നത്. അതായത് ഞെട്ടിപ്പോയി നമ്മൾ. ഇവിടെ കേരളത്തിൽ നിന്നുള്ള ഈ കളിക്കാരൻ ഇങ്ങനെ നിൽക്കുന്ന ഈ ഒരു കാഴ്ച എന്നുള്ളത്, ആ കാഴ്ചയൊന്നും ഒരു കാലത്തും കണ്ണിൽ നിന്നും മറയില്ല. ആ ഒരു ആരാധന കൊണ്ടാണ് ഞാനിങ്ങനെ ജീവിച്ചു പോകുന്നത്. തീർച്ചയായും വളരെ സന്തോഷം ഹലോ മലയാളത്തോട് സഹകരിച്ചത്, ഇപ്പോൾ നമ്മളോട് പ്രേക്ഷകരോട് സംസാരിച്ചത്. ഓക്കെ, താങ്ക് യു. ഹലോ മലയാളത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും. താങ്ക് യു. ഇത് എന്താണെന്നറിയോ, ഇത് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാൻ തന്നെ പറ്റുന്നില്ല. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ കടുത്ത ഫാനാണ്. ആ കാലം മുതൽ നമ്മളിങ്ങനെ കണ്ടു വന്നിട്ട്. അതുകൊണ്ട് എന്തായാലും വളരെ സന്തോഷം ഹലോ മലയാളത്തിൽ നിന്ന് ഈ ദിവസം ഇങ്ങനെ IM വിജയനെ നമുക്ക് അതിഥിയായി കിട്ടിയതിൽ.